Hello! Welcome to another episode video of Ammus Creations. ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റിച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റിച്ചിൻ്റെ പേര് ട്യൂലിപ്പ് സ്റ്റിച്ച്. അത് ട്യൂലിപ്പ് പൂ എങ്ങനെ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ബഡ് പോലെ. അതുപോലെ തന്നെയാണ് ഈ സ്റ്റിച്ചും, ഒരു ബഡ് പോലെ ഇരിക്കും. അപ്പോൾ ആ സ്റ്റിച്ച് വെച്ച് ചെയ്തതാണ് ഈ ഒരു കുർത്ത. ഞാനിങ്ങനെ ബോർഡർ ലൈൻസ് ആയിട്ട് കൂടുതലൊന്നുമില്ല, ഒരു 15 സെൻറ്റിമീറ്റർ അങ്ങാണ്ട് അത് തയ്ച്ചിട്ടുള്ളൂ. എൻ്റെ ബോർഡ് നെക്കാണ്. അപ്പം അതിൻ്റെ താഴെയായിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ തയ്ച്ചിട്ടുണ്ട്. ഇടയ്ക്ക് സ്റ്റോൺസും വെച്ചിട്ടുണ്ട്. അപ്പോൾ തയ്ക്കാൻ അധികം സമയം ഒന്നും എടുക്കത്തില്ല. ഈവൻ ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്, എളുപ്പത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കാണരുത്, ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ട്യൂലിപ്പ് സ്റ്റിച്ച് തയ്ക്കാനായിട്ട് 5 ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് തയ്ച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇവിടെ 6 strands ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തേക്കുന്നത്. 3 or 4 എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂടുതൽ ഭംഗി കിട്ടാനായിട്ട് നമ്മൾ 6 strands തന്നെ എടുക്കുന്നത് നല്ലത്. ഇതുവരെ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നവരെയാണ് നമ്മൾ തയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി അകത്തിയല്ല, തൊട്ടടുത്ത്, ഒത്തിരി ഡിസ്റ്റൻസ് അകത്തി എടുക്കണ്ട. ഇപ്പോൾ അടുത്ത് തന്നെയായിട്ട് ഇവിടെ ഒന്ന് നമുക്ക് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെയാണ് പാസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇവിടെ എന്തോരം ഡിസ്റ്റൻസിലാണ് എടുത്തേക്കണമെന്ന് വെച്ചാൽ അത്രയും ഡിസ്റ്റൻസിൽ തന്നെ ഇവിടെ താത്താൻ ശ്രമിക്കുക, ആ സെയിം ഹൈറ്റിൽ. അപ്പം നോക്കിയിട്ട് നമ്മൾ ഒരു ഇതിൽ താത്തുക. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഇതുപോലത്തെ ഇത് ഒന്നോടെയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നോടെ ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കാം. അല്ലെങ്കിൽ 2 or 3 times എടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കാം. ഇതുവരെ ഇപ്പോൾ ഇതാണ് ട്യൂലിപ്പ് സ്റ്റിച്ച്. ഇത് ഒരെണ്ണമായിട്ട് നമുക്ക് അവിടെ എവിടെയും ചുരിദാറിൻ്റെ സ്കാറ്റർ ചെയ്ത് തയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബോർഡർ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തയ്ച്ചു പോകാം. ഇപ്പോൾ കുറേ വട്ടം ഈ ത്രെഡിൻ്റെ താഴത്തെ കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് ഒന്ന് എടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ വട്ടം ഇങ്ങനത്തെ ഈ ലൈൻസ് തയ്ക്കാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചാൽ മതി. ബോർഡറൊക്കെ തയ്ക്കാൻ നല്ലൊരു സ്റ്റിച്ച് ഇത്. സാരിയുടെ ആണെങ്കിലും ബെഡ്ഷീറ്റിൻ്റെ ആണെങ്കിലും ടേബിൾ ക്ലോത്ത്, പിന്നെ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഡ്രസ്സിൻ്റെ അകത്ത് ഇതുപോലെ ഓരോന്ന് അവിടെ എവിടെയും സ്കാറ്റർ ചെയ്ത് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തയ്ക്കാനായിട്ട്. ബിഗിനേഴ്സിന് വരെ പെട്ടെന്ന് തയ്ച്ചത് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ അതുപോലെ ഫുൾ ലെങ്ത്തും ഈ 5 ലൈൻസും തയ്ച്ച് തീർക്കാം നമുക്ക്. ഇപ്പം നമ്മൾ ട്യൂലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞു ഡിസൈൻ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഇവിടെ നമുക്ക് സ്റ്റോൺസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റോൺസ് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്. അപ്പം ഞാനത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പം നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഒരു ചെറിയ സ്റ്റോൺ എടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് സ്റ്റോൺ തന്നെ വേണമെന്നില്ല, ബീഡോ എന്താണെന്ന് വെച്ചാൽ സീക്വൻസ് ആയാലും കുഴപ്പമില്ല, ഇഷ്ടം പോലെ നമുക്ക് വയ്ക്കാം. അപ്പോൾ ട്യൂലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ബോർഡറായിട്ട് തയ്ക്കാൻ ഏറ്റവും നല്ലൊരു സ്റ്റിച്ചാണ് ഇത്. സാരിയുടെയോ ടേബിൾ ക്ലോത്തിൻ്റെയോ ബെഡ്ഷീറ്റിൻ്റെയോ ഏതിൻ്റെ ആയാലും ബോർഡറായിട്ട് തയ്ക്കാൻ നല്ലൊരു സ്റ്റിച്ചാണ് ഇത്.
പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പൂക്കൾ സ്കാറ്റർ ചെയ്ത് തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം ഫ്രോക്സിലൊക്കെ, അതും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.